നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ. പ്രധാന വാർത്തകൾ. ഖാദി മേഖലയിൽ തദ്ദേശീയ ഉൽപ്പാദനം കൂട്ടി വിപണി കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണം ഖാദി മേഖലയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എച്ച് സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ദുരന്തഭൂമിയായി മാറിയ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വരാത്തത് അവിടെയുള്ള ജനങ്ങളോടുള്ള അവഹേളനമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ മേഖലയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ ഈ മേഖലയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. AKGSMA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വർണോത്സവം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏജൻറ്റ്സ് ആൻഡ് സബ് ഏജൻസീസ് സബ് കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മുലയൂട്ടൽ വാരാചരണ പരിപാടിയുടെ സമാപന ആഘോഷത്തിന്റെ ഭാഗമായി മാധുര്യം എന്ന പേരിൽ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഖാദി മേഖലയിൽ തദ്ദേശീയ ഉൽപ്പാദനം കൂട്ടി വിപണി കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എച്ച് സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഖാദി മേഖലയിൽ ദേശീയ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് കൂടുതൽ വിപണി കണ്ടെത്തി നൽകാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് അങ്കണത്തിൽ നടത്തുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക കാലത്തിനനുസരിച്ചിട്ടുള്ള രീതികളും മാറ്റങ്ങളും നമുക്ക് എവിടെയും അനിവാര്യമായിട്ട് വരും. അത് നമ്മളെല്ലാ രംഗത്തും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മളത് ഇന്ന് അനുഭവിക്കുന്നുമുണ്ട്. നമ്മളൊന്നൊരു അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറ ചെയ്ത രീതിയിലല്ല നമ്മളല്ല ഇപ്പോൾ നിൽക്കുന്നതല്ല. ആധുനികതയെ നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന മൊബൈൽ ഫോണുകൾ തന്നെയാണെന്നുള്ളതെന്ന് ഓർത്താൽ മതിയാവും. അങ്ങനെ ഓരോ കാര്യത്തിലും, വാഹനങ്ങളുടെ കാര്യത്തിലായാൽ മറ്റു കാര്യങ്ങളിലായാൽ വീടുകളിലെ ഓരോ കാര്യങ്ങളിലായാലും ഒക്കെ നമ്മൾ ആധുനികതയെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ മേഖലകളിലും അത് അത്യന്താപേക്ഷിതമാണ്. അത് പരമ്പരാഗതമായ വ്യവസായങ്ങളുടെ കാര്യത്തിലായാൽ അതൊക്കെ അവിടെ അനിവാര്യമാണ്. ആധുനിക രീതികളെ സ്വീകരിക്കുക എന്നുള്ളത്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. അത് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി തുടങ്ങിയ വസ്ത്ര ഡിസൈനിങ് മേഖലയിലെ ഉന്നത സ്ഥാപനങ്ങളുമായി ചേർന്ന് ആധുനികതയ്ക്ക് യോജിച്ച് ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു വരികയാണ്. വയനാട് ദുരന്തമുഖത്താണെങ്കിലും ലക്ഷക്കണക്കിന് തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഓണത്തിന് ഇത്തരം പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയേ തീരുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഖാദി മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എച്ച് സലാം MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, മുനിസിപ്പൽ കൗൺസിലർ B അജേഷ്, ഖാദി ബോർഡ് മെമ്പർ KS രമേഷ് ബാബു, പ്രൊജക്ട് ഓഫീസർ PM ലൈല, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഹയർ ബോർഡ് ക്ഷേമനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ M മഞ്ജു, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് ഓണം ഖാദിമേള സംഘടിപ്പിക്കുന്നത്. ചുരിദാർ ടോപ്പുകൾ, കുഞ്ഞുടുപ്പുകൾ, വിവാഹ വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, സിൽക്ക് സാരികൾ, ധോത്തികൾ, മെത്തകൾ, തേൻ ഉൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഖാദി വസ്ത്രങ്ങളും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളും മേളയിൽ വിപണനം ചെയ്യും. ഖാദിക്ക് 30% വരെ ഗവൺമെൻറ് റിബേറ്റ് നൽകുമെന്നും അധികൃതർ പറഞ്ഞു. ദുരന്തഭൂമിയായി മാറിയ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വരാത്തത് അവിടെയുള്ള ജനങ്ങളോടുള്ള അവഹേളനമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തഭൂമിയായി മാറിയ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വരാത്തത് അവിടെയുള്ള ജനങ്ങളോടുള്ള അവഹേളനമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത്
ആ ജനതയോടുള്ള ഒരു അവഹേളനമായിട്ട് വേണം കണക്കാക്കാൻ. ഇത്രയും അധികം ആളുകൾ മരിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാരും ഇവിടെ വരാത്തത്? അവരാരും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് വളരെ തെറ്റായ ഒന്ന് തന്നെയാണ്. കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം മനുഷ്യവാസം ഉണ്ടാകുന്നത് കൊണ്ടും ഖനനം നടത്തുന്നത് കൊണ്ടും കുടിയേറ്റമുള്ളത് കൊണ്ടുമാണ് എന്നാണ്. മനുഷ്യവാസം ഉണ്ടായത് നിരവധി പേർ ദുരന്തത്തിൽ മരിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കാത്തതെന്നും എന്തുകൊണ്ടാണ് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ ആരും തന്നെ ഇവിടേക്ക് വരാത്തതെന്നും ഇവരെല്ലാം തന്നെ വയനാട് ദുരന്തത്തിലേക്ക് അടുക്കുന്ന നിലപാട് തെറ്റായ ഒന്നാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിന് കാരണമായ ഒന്നാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സ്വർണ്ണ വ്യാപാര മേഖലയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ ഈ മേഖലയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. AKGSMA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വർണോത്സവം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ വ്യാപാര മേഖലയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നെന്ന പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ ഈ മേഖലയിലെ കോർപ്പറേറ്റ് വ്യാപാരികളെ സഹായിക്കാനാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാജ്യത്ത് കേരളത്തിൽ തന്നെ 8,000-ലധികം സ്വർണ്ണ വ്യാപാരികൾ. അത് ക്രമേണ പൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. നമ്മുടെ കേരളത്തിലെ 1,00,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായമാണ് സ്വർണ്ണ വ്യവസായം. ഇത്രയധികം ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തുന്ന സാധാരണക്കാരായ വ്യാപാരികളിൽ നിന്ന് ഈ വ്യാപാരം കോർപ്പറേറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് വലിയ വിപത്താകുന്നു എന്നുള്ളത്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവമായി എടുക്കേണ്ടതായി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് നൽകുന്ന കൂപ്പൺ നറുക്കെടുത്ത് 1, 2, 3 സമ്മാനങ്ങളായി യഥാക്രമം 100, 25, 10 പവൻ സ്വർണം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത്. ഇതുകൂടാതെ പ്രോത്സാഹന സമ്മാനമായി 8 ഗ്രാം മുതൽ 1 ഗ്രാം വരെയുള്ള സ്വർണ്ണാഭരണം അടക്കം 3 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി നാണയങ്ങളും സ്വർണോത്സവം പദ്ധതിയുടെ ഭാഗമായി സമ്മാനമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദുരന്തഭൂമിയായി മാറിയ വയനാട് ദുരിതബാധിതർക്കായി നൽകുന്ന ഫണ്ട് സമാഹരണ ഉദ്ഘാടനം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്തറ നിർവഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ്, വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി അഫ്സൽ, AKGSMA ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ, സെക്രട്ടറി K നാസർ, ട്രഷറർ എബി തോമസ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വേണുനാഥ് കോപ്പാറ, വർക്കിംഗ് ജനറൽ സെക്രട്ടറി R മോഹൻ, MP ഗുരുദയാൽ, മുരുക ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏജന്റ്സ് ആൻഡ് സബ് ഏജന്റ്സ് സബ് കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം MB ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏജന്റ്സ് ആൻഡ് സബ് ഏജന്റ്സ് സബ് കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MB ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ ടിക്കറ്റിന് ലഭിക്കുന്ന കമ്മീഷൻ കൂടുതലാകും എന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകതയും, എന്നാൽ ഏജന്റുമാർക്ക് ടിക്കറ്റുകൾ ബാക്കിയായാൽ ഉണ്ടാകാൻ ഇടയുള്ള നഷ്ടവും സംഭവിക്കുന്നു. ഇത് രണ്ടും ഏജന്റുമാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അന്ന് ചെറിയ രൂപത്തിലായിരുന്നു ലോട്ടറിയുടെ തുടക്കം. അടൂർവാസിയാണെന്നാണ് തോന്നുന്നത്.
ഒരു സിനിമയിൽ അന്നത്തെ ലോട്ടറിയെ കുറിച്ച് ഒരു പാട്ട് പാടിക്കൊണ്ട് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PR ജയപ്രകാശ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. സബ് കമ്മിറ്റി സംസ്ഥാന കൺവീനർ PJ മനോജ് പ്രവർത്തന റിപ്പോർട്ടും ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുബൈർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ VB അശോകൻ, സബ് കമ്മിറ്റി ആലപ്പുഴ ജില്ലാ കൺവീനർ B ഷജീർ, K സന്തോഷ് കുമാർ, P ശിവൻകുട്ടി, N അജീം, CS ബാബു, BC രഞ്ജു, R നവാസ്, VG രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സബ് ഏജൻസ് സബ് കമ്മിറ്റി സംസ്ഥാന ജോയിന്റ് കൺവീനർ BS അഫ്സൽ സ്വാഗതവും A ഷാജി നന്ദിയും പറഞ്ഞു. മുലയൂട്ടിൽ വാരാചരണ പരിപാടിയുടെ സമാപനാഘോഷത്തിന്റെ ഭാഗമായി മാധുര്യം എന്ന പേരിൽ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. മുലയൂട്ടൽ വാരാചരണ പരിപാടിയുടെ സമാപനാഘോഷത്തിന്റെ ഭാഗമായി മാധുര്യം എന്ന പേരിൽ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. വൈക്കം BCF കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു മാതൃത്വത്തിന്റെയും മുലയൂട്ടലിന്റെയും പ്രാധാന്യം വരച്ചുകാട്ടുന്ന വേറിട്ട പ്രദർശനം നടത്തിയത്. ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഇൻചാർജ് രജനി, BCF കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷ വിൽസൺ, ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമ മോൾ, ഡോക്ടർ B ശാന്തി, ഡോക്ടർ ബീന, നഴ്സിംഗ് സൂപ്രണ്ട് KA ബീന, SM ബിന്ദു, നിർമ്മല അഗസ്റ്റിൻ, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നഴ്സിംഗ് വിദ്യാർത്ഥികളായ ആൻമരിയ ജെയിംസ് സ്വാഗതവും ആദിത്യ ഷിബു നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് വിഷയത്തെ അധികരിച്ച് മറ്റു വ്യത്യസ്തമായ ബോധവൽക്കരണ കലാപരിപാടികളും വേദിയിൽ അവതരിപ്പിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടാമത് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ഉദ്ഘാടനം ചെയ്തു. എല്ലാം പുരുഷന്മാരാണ് ഇന്ന് സപ്ലൈ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ അവരൊക്കെ തന്നെ. പക്ഷെ ഇപ്പോൾ ഈ ഇടയായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് സ്ത്രീകൾ ഇരുന്ന് പതിക്കുന്നതും തമ്പ് എടുക്കുന്നതും കൊടുക്കുന്നതും അളന്നു കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരുഷന്മാര് കൊടുക്കുന്നതിൽ കൃത്യത ഇല്ലെന്നല്ല പറഞ്ഞ് സത്യസന്ധത കാണിക്കാതെ. പക്ഷെ ടെൻഷൻ കൂടുതൽ അവർക്ക് സ്ത്രീകൾക്ക്. ആണുങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇത്തിരി അങ്ങനെ പറഞ്ഞു പോയാലോ അതൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് അവർ തൂക്കി അങ്ങോട്ട് കൊടുത്തു പോകുന്ന റേഷൻ അങ്ങനെ എപ്പോഴും വാങ്ങിക്കുന്ന ഒരാളല്ല കേട്ടോ. ഈ തിരക്കുകാരനാണ് ഹസ്ബൻഡ്. അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് P ഗീത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KSRRDA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N ഷിജീർ മുതിർന്ന വനിതാ അംഗങ്ങളെ ആദരിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസർ K മായാദേവി മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് സപ്ലൈ ഓഫീസർ R സേതുലക്ഷ്മി, KSRRDA താലൂക്ക് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി, താലൂക്ക് ജനറൽ സെക്രട്ടറി KR ബൈജു, വനിതാ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് P ബിന്ദു, ആരിഫ, ജിഷ, സേതുലക്ഷ്മി, ഷെർലി തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മിറ്റി താലൂക്ക് സെക്രട്ടറി P റാണി മോൾ സമ്മേളനത്തിന് സ്വാഗതവും ട്രഷറർ VK ഇന്ദിരാദേവി നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖാദി മേഖലയിൽ തദ്ദേശീയ ഉൽപ്പാദനം കൂട്ടി വിപണി കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പറഞ്ഞു. ഓണം ഖാദി മേഖലയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. H സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ദുരന്തഭൂമിയായി മാറിയ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വരാത്തത് അവിടെയുള്ള ജനങ്ങളോടുള്ള അവഹേളനമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണ്ണ മേഖലയിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ ഈ മേഖലയിലെ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. AKGSMA ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വർണോത്സവം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏജന്റ്സ് ആൻഡ് സബ് ഏജൻസീസ് സബ് കമ്മിറ്റിയുടെ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മുലയൂട്ടൽ വാരാചരണ പരിപാടിയുടെ സമാപനാഘോഷത്തിന്റെ ഭാഗമായി മാധുര്യം എന്ന പേരിൽ ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി
ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.